ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ടടുത്താണ് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാണ്ടായിരുന്ന സ്ഥലം. രാവിലെ തന്നെ ഉറക്കൊക്കെ ശരിക്കും ഉണരുന്നതിന് മുന്നേ തന്നെ മോനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതിൻ്റെ ഒരു പരിഭവം ഓൻ്റെ മുഖത്തുണ്ട്. പക്ഷേ ഉറക്കം ശരിക്കും ഉണരുന്ന വരെ ഇരുന്നാൽ കസ്റ്റമർ പറഞ്ഞ ടൈം തെറ്റിപ്പോകും. രാവിലെ 10 മണിക്ക് മുന്നേ കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമറാണ്. നമുക്ക് ഇതിന് മുന്നേ അവർ ഒരുപാട് ഓർഡേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലവർ ബൊക്കയും ഒരു വാച്ചിൻ്റെ ഹാമ്പർ ബോക്സും ഉണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളത് ആ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മോന് ഭയങ്കര ഇൻട്രസ്റ്റിൽ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൊണ്ടു കൊടുക്കാം, ഞാൻ പിടിച്ചോളാം ബൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്ത് ഭയങ്കര സർപ്രൈസ് ചെയ്യുന്നു കേട്ടോ. അവരറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം കൊണ്ടു തരുന്നത്. ഈ ഉമ്മാക്ക് അവരെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് അയച്ച ഒരു ഓർഡർ എന്നിട്ട് ഇവരുടെ വീട് നമ്മൾ മുന്നേ കൊണ്ടുകൊടുത്ത് വിടാണ്ട് നമുക്ക് അറിയാം കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് കൂടി ആ ഫ്ലൈറ്റ് പോകണമൊക്കെ കാണാം കേട്ടോ. അവർക്ക് സ്ഥിരം കാഴ്ചയൊക്കെ. പക്ഷെ ഞാൻ വേഗം അതൊക്കെ ശ്രദ്ധിച്ചു. അവർ എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ് കേട്ടോ. 23 വർഷമായിരുന്നു അവരെ കല്യാണം കഴിഞ്ഞിട്ട്. 23ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ മോളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ക്യാഷ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കാരണം മോളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്കും അവരുടെ ഇളച്ചൻ്റെ കുട്ടിക്കും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കായിട്ട് ഇറങ്ങിയതായതുകൊണ്ട് രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ചായക്കട കയറിയിട്ട് സ്നാക്സും ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ കടൻ്റെ തൊട്ടടുത്ത് കൂടെയൊക്കെ വിമാനം പോടാം. നമുക്കിതൊക്കെ എത്ര തവണ കണ്ടാലും ആദ്യമായിട്ട് കാണുന്നൊരു ഫീലായിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോയിട്ടോ. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യൂ പോയിന്റ് പോയി. ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ്. നമ്മൾ EMEA കോളേജിൻ്റെ അടുത്താണ് കേട്ടോ ഈ വ്യൂ പോയിന്റ് വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മോനായിട്ട് പോയി. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ്. മോന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ചെയ്യും കേട്ടോ. ചാടി കളിക്കുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്ത് രസമല്ലേ ഇങ്ങനെ വന്ന് ഭയങ്കര സ്പീഡിലായിട്ടാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോ ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ആ കാഴ്ച കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ വന്നതിന് ശേഷം ഒരു 2-3 വിമാനമൊക്കെ വന്ന് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. പൊരിഞ്ഞ വെയിൽ കാരണം അവിടെ ഇരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മോൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഡ്രൈവൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗാർഡനാണ്. ബൊഗൻവില്ലയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഏറ്റവും കൂടുതലായിട്ട് ഞാനിവിടെ കണ്ട സാധനം ബൊഗൻവില്ല തന്നെയാണ്. ഒരുപാട് നാളെ ഞാൻ ഈ ഒരു ഗാർഡൻ ഞാൻ നോട്ടിട്ട് വെച്ചിട്ട് അവിടെ കണ്ടിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതുവരെ അവിടെ പോയി നോക്കിയിട്ടില്ല. എത്ര ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.